ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഈദ് ഷോപ്പിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏത് ഡ്രസ്സ് എടുക്കും പറഞ്ഞിട്ട് എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ പെട്ടെന്നാണ് ഇന്ന് രാവിലെ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഫ്രണ്ട്സ്. ഞങ്ങൾക്ക് 2 സൺഡേ പോകാൻ പറ്റിയില്ല. അപ്പോൾ തിരക്കുണ്ടാവും, പിന്നെ നോമ്പൊക്കെ തുറക്കേണ്ട വൈകുന്നേരം, അതുകൊണ്ടാണ് നമ്മൾ രാവിലെ പോണത്. അപ്പോൾ കുഴപ്പമില്ല. നമ്മൾ സ്റ്റുഡിയോയിൽ പോകാമെന്ന് വിചാരിച്ചു, പക്ഷെ നമ്മൾ ഡ്രസ്സ് വലിക്കാൻ വന്നു. അവിടെ നല്ല തിരക്കായിരുന്നു സ്റ്റുഡിയോയിലും. അപ്പോൾ പിന്നെ നമ്മൾ 2 പാർട്ടായിട്ടാണ് ഈദ് ഷോപ്പിംഗ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിനി പോകാൻ പറ്റുമോ നോക്കാം ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ എന്തായാലും ഡ്രസ്സ് വലിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളത് വണ്ടിയൊക്കെ പാർക്കിംഗ് ചെയ്തിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ബാക്കിൽ കൂടെ. അപ്പോൾ നമ്മൾ ഷോപ്പ് എത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ്. നമ്മൾ കയറി പോവുകയാണ്. അപ്പോൾ കുഞ്ഞാൻ ആദ്യം തന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കുക പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് തന്നെ ഡ്രസ്സ് എടുക്കാൻ പോയത്. അപ്പോൾ മേലെയാണ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഡ്രസ്സ്. അപ്പോൾ ഞങ്ങളിത് ആൻറ്റീൻ്റെ ചോദിച്ചിട്ട് മേലേക്ക് പോകണം. പിന്നെ ഞങ്ങൾക്ക് അറിയാം മേലെയാണ് ഡ്രസ്സൊക്കെ ഉള്ളത് എന്ന്. എന്നാലും ഒന്ന് നമ്മൾ ചോദിച്ച് മാറ്റിയിട്ടുണ്ടാവുമോ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ മോഡൽ പറഞ്ഞാൽ ഈ ജീൻസിൻ്റെ കോട്ടായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ എടുക്കാമെന്ന്. പിന്നെ കുഞ്ഞാനിക്ക് ബാഗി പാൻറ്റൊക്കെ വേണം പറഞ്ഞു. അപ്പോൾ ഒരേപോലത്തേക്ക് എടുക്കാൻ പറഞ്ഞിട്ടാണ് പ്ലാനിങ്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ 10 മണിക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തിരക്കുണ്ട്. ഫുള്ള് മുസ്ലിംസാണ്. പിന്നെ അങ്ങനെ വിഷുവിൻ്റെ തിരക്കൊന്നും കാണാറില്ല. അപ്പോൾ നമ്മൾ എൻ്റെ വീടിന് പഠിക്കാൻ എൻ്റെ തലയും മുട്ടി ഫ്രണ്ട്സ്. അതെന്താണെന്നറിയില്ല. സ്റ്റെപ്പ് കയറിയപ്പോൾ ഞാൻ അരികിൽ കൂടെ പോയത് കൊണ്ടായിരിക്കും. കുഞ്ഞാൻ ആദ്യം അവനിക്ക് ഡ്രസ്സ് വേണം പറഞ്ഞപ്പോൾ അവൻ തന്നെ ഡ്രസ്സ് എടുക്കാൻ പോയി ഞങ്ങൾ. അപ്പോൾ അവനിക്ക് 2 ടീഷർട്ടും പിന്നെ ബാഗി പോലത്തെ ജീൻസും കൊടുത്തത്. അപ്പോൾ നമ്മൾ സെലക്ഷൻസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഫ്രണ്ട്സ് അവിടുത്തെ ബോയ്സിൻ്റെ. അപ്പോൾ കുഞ്ഞാനിക്ക് എപ്പോഴും പോലെ വാപ്പ സെലക്ട് ചെയ്തത് തന്നെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ വാപ്പ കാട്ടുന്നതൊക്കെയാണ് അവൻ ഓക്കെ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഞാനും ഉമ്മി അങ്ങനെയൊന്നും ചോദിക്കാനും പോയില്ല. അവന് ഇഷ്ടത്തിന് എടുത്തോട്ടെ പറഞ്ഞിട്ട് ഞങ്ങൾ 2 വീഡിയോ എടുക്കാൻ നിന്നു. അപ്പോൾ കുഞ്ഞാനിക്ക് മിക്കി മൗസിൻ്റെ ബനിയനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ മോഡൽ വന്നിട്ട് ഫ്രണ്ടിൽ ചെറിയ സൈഡായിട്ടൊരു പിക്ചറും പിന്നെ ബാക്കിൽ കുറേ വലുതായിട്ടുള്ള പിക്ചറുമായിട്ടാണ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ മോഡൽ വന്നിട്ട്. അങ്ങനത്തെ 2 എടുത്തു. എനിക്ക് പിങ്ക് കളറും ഗ്രീൻ കളറും. അപ്പോൾ അതേ കളർ മാച്ചിന് എനിക്ക് കൊടുക്കണം പറഞ്ഞു കുഞ്ഞാന. പിന്നെ കുഞ്ഞാനിക്ക് മിക്കി മൗസ് നല്ല ഇഷ്ടമാണ് പറഞ്ഞു കൊച്ചി ടി വിയിലൊക്കെ കണ്ടിട്ട്. പിന്നെ 2-3 മോഡൽ നോക്കി. അത് അവനിക്ക് ചെറുതും പിന്നെ നല്ല വലുതും ആയിരുന്നു. അപ്പോൾ അവനിക്ക് അളവ് ഇത്തിരി കിട്ടാൻ ഞങ്ങൾക്ക് 2 നല്ല ഇതാണ് ഫ്രണ്ട്സ്. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ നന്നായിട്ട് വേഗം കിട്ടുകയും ചെയ്തു. അപ്പോൾ കുഞ്ഞാനിക്ക് ഇങ്ങനത്തെ ജീൻസാണ് നോക്കുന്നത്. ലൂസും ഉണ്ട് ടൈറ്റും ഉണ്ട്, അതുപോലത്തെ മോഡലാണ്. അപ്പോൾ അവനിക്ക് ബ്ലാക്ക് കളറാണ് എടുത്തത്. എല്ലാത്തിനും ഇപ്പോൾ മാച്ചായിട്ട് ഇടാലോ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് നോക്കാൻ പോയി ബാഗി. അപ്പോൾ അവന് കുഞ്ഞാനിക്ക് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു ഞങ്ങൾ. അപ്പോൾ എനിക്കിങ്ങനെ ബാഗിയാണ് നോക്കുന്നത്. ഇവിടെ നല്ല തിരക്കായിരുന്നു ഫ്രണ്ട്സ് മുസ്ലിംസിൻ്റെ. ഇങ്ങനെ ബാഗ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനും ബാഗ് തന്നെ എടുത്തത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോൾ ഇട്ടിട്ട് വന്നത് ബാഗിയാണ് ഫ്രണ്ട്സ്, ഒരു ബ്ലൂ കളർ. അപ്പോൾ അതെടുത്തില്ല. അപ്പോൾ കുറേ കളർ ഉണ്ടായിരുന്നു, പർപ്പിളൊക്കെ. പക്ഷെ ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തത് ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ കണ്ടു. കുറേ മോഡലുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞാനെ ബ്ലാക്ക് തന്നെ എടുത്താൽ മതി പറഞ്ഞു. അവനക്ക് ഇഷ്ടമാണ് പറഞ്ഞിട്ട്.
അപ്പോൾ പിന്നെ അവനിക്ക് മാച്ച് ആവണം പറഞ്ഞിട്ട് ബ്ലാക്ക് തന്നെ എടുത്തു ഫ്രണ്ട്സ്. അവൻ വാശി പിടിച്ചപ്പോൾ അപ്പോൾ ബ്ലാക്ക് നന്നായിട്ടുണ്ടായിരുന്നു, ഒരു മോഡലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ പിന്നെ എല്ലാ ടോപ്പിൻ്റെ കൂടി ഇടാമല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ അതിന് മാച്ചായിട്ട് പിന്നെ എടുത്താലും മതിയല്ലോ, അവനെ പോലത്തെ മാച്ചായിട്ട് തന്നെ എടുക്കാമല്ലോ പറഞ്ഞിട്ട്. ആ വാശി പിടിച്ച കുറേ കാരണം കൊണ്ടാണ് ഞാൻ മാറ്റിയെടുത്തത് ഫ്രണ്ട്സ്. ടോപ്പുകൾ പറഞ്ഞാൽ കുറേ ക്രോപ്പ് ടോപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത്ര അധികം ഇഷ്ടമൊന്നും ആയില്ല. അപ്പോൾ ഇതാ ഫ്രണ്ട്സ് എടുത്തത്. അപ്പോൾ ഇത് നന്നായിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇതിൽ ജീൻസിൻ്റെ കോട്ടും പിന്നെ അതിൻ്റെ ഉള്ളിൽ സ്ലീവ്ലെസ് ആയ ഒരു വൈറ്റ് കളറ്. അപ്പോൾ അതിന് ആ വൈറ്റ് കളർ ബനിയൻ്റെ പകരം നമുക്ക് വേറെ കളേഴ്സും ഇടാം. ടോപ്പും കിട്ടിയൊരു പിന്നെ അടിപൊളിയായില്ല ഫ്രണ്ട്സ് അത്. അപ്പോൾ നമുക്ക് നല്ല കോംബോ മാച്ച് ഉണ്ട്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആണ്, സെപ്പറേറ്റ് അല്ല ഒരേ ടോപ്പ് പോലെ, പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇടാനും പറ്റും. ഞാൻ ഫ്രോക്കിൻ്റെ ഏരിയയിലില്ല, ടോപ്പിൻ്റെയും ജീൻസിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ് എല്ലാവരും. അപ്പോൾ നല്ല തിരക്കുണ്ട് ഫ്രണ്ട്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനേ ക്രോസ് ചെയ്ത് വേണം പോകാൻ. അപ്പോൾ അത് ഞാൻ എടുത്തു ഫ്രണ്ട്സ്. അത് ജീൻസിൻ്റെ ഒരു കോട്ടും അതിൻ്റെ ബനിയനും, പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബനിയൻ ഇട്ടു അതിൻ്റെ കൂടെ പിന്നെ ഇടാലോ പറഞ്ഞിട്ട്. അതും കുഞ്ഞാനിക്ക് മാച്ചായിട്ട് എടുത്തത്. എന്താ വെച്ചാൽ ഈ ബ്ലൂ കളർ മാച്ചായില്ലല്ലോ പറഞ്ഞിട്ട് ഒരു ഗ്രീൻ കളർ എനിക്ക് മാച്ചായിട്ട് എടുത്തു. അപ്പോൾ ഈ തിരക്കിൽ ഞങ്ങൾക്ക് രണ്ടാൾ കൊടുക്കുമ്പോൾ തന്നെ നല്ല ടൈമായി ഫ്രണ്ട്സ്. അപ്പോൾ അതുകൊണ്ട് കടയ്ക്ക് പോകണം പറഞ്ഞിട്ട് വാപ്പയ്ക്കും ഉമ്മാക്കും പിന്നെ ഒരു ദിവസം വന്നിട്ട് എടുക്കാൻ വിചാരിച്ചു. ഇനിയുണ്ടല്ലോ ഒരാഴ്ച പറഞ്ഞിട്ട്. അപ്പോൾ അത് വന്നിട്ട് ഒരു പാർട്ട് 2 ആയിട്ട് നമുക്ക് ഇടാമല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ഇന്നിട്ട് കുറച്ച് നേരം വാപ്പ ബില്ലിടുന്നവരെ ഇങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ നോക്കി. അപ്പോൾ ഉമ്മാക്ക് ചുരിദാറൊക്കെ നല്ല മോഡൽ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കളക്ഷൻസ്. പിന്നെ വിഷുവിന് കുറേ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഡ്രസ്സ് എടുത്ത് ഷോപ്പിംഗ് കഴിഞ്ഞു ഫ്രണ്ട്സ് നമ്മളുടെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ദർശനിക്ക് പോവുകയാണ്. വാപ്പയ്ക്ക് ജഗ്ഗൊക്കെ കടയ്ക്ക് വാങ്ങണം പറഞ്ഞിട്ട്. നല്ല വെയിലാണ് ഫ്രണ്ട്സ്, സഹിക്കാനേ പറ്റുള്ള വെയിൽ. അപ്പോൾ നമ്മളൊക്കെ അടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അതൊക്കെ നമ്മൾ എന്നിട്ട് അടുത്ത സുമ്മാക്ക് ഡ്രസ്സ് വാങ്ങാൻ വരുമ്പോൾ വാങ്ങാം ഫ്രണ്ട്സ്. അപ്പോൾ 2-3 കല്യാണങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫങ്ഷൻസ്. അപ്പോൾ അതിനും കൂടെ ചേർത്തിട്ടൊക്കെ ഡ്രസ്സ് നമ്മൾ വാങ്ങാനുള്ളത് ഇനിയും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതാ ജഗ്ഗൊക്കെ വാങ്ങാൻ വരികയാണ് ഫ്രണ്ട്സ്. അപ്പോൾ വാപ്പ നോക്കുകയാണ് പാത്രവും ജഗ്ഗൊക്കെ കടക്കി. അപ്പോൾ നമ്മളിപ്പോൾ ഫാൻസി ഐറ്റംസ് ഒന്നും വാങ്ങുന്നില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞാൻ അത് വാങ്ങിത്താ ഇത് വാങ്ങിത്താ എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ പൗച്ചൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഇനി സ്കൂൾ തുറക്കുമ്പോൾ അത് വാങ്ങാനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്നു. സ്കൂൾ അടച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് സ്കൂൾ ഐറ്റംസൊക്കെ കണ്ടിട്ട് അവന് വേണം പറയുകയാണ്, വാശി പിടിക്കണം. അവനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇനി 2 മാസം ഉണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി 2 മാസം ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിലൊക്കെ വാങ്ങാമല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിങ്ങനെ പോക്കറ്റ് റേറ്റും നോക്കി നടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോക്കറ്റ് മണിയിൽ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും ചേർക്കാനുണ്ട് പോക്കറ്റ് മണിയിൽ, എന്നിട്ട് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ്. ഇനി സമയമുണ്ടല്ലോ, 2 മാസമല്ലേ. അപ്പോൾ കുഞ്ഞാനിങ്ങനെ നോക്കുമായിരുന്നു. അവന് ബൊമ്മക്കുട്ടിയൊന്നും അങ്ങനെ വാശി പിടിച്ചില്ല. പിന്നെ ഇങ്ങനെ ബാഗ് നോക്കിയപ്പോൾ അവനെ അതും നോക്കി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ നോക്കി നടന്നു ഫ്രണ്ട്സ്. ഇവിടെ കുറേ മോഡൽ ബോട്ടിൽസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും നമ്മൾ വാങ്ങിയില്ല, പക്ഷെ ഇത് മോഡൽസാണ് ഇവിടെ ഉള്ളത്. ഇപ്പം തന്നെ കുറേ വന്നു. സ്കൂൾ തുറക്കുമ്പോൾ നല്ല റേറ്റൊക്കെ ആവും. അപ്പോൾ നമ്മൾ ഉമ്മ വന്നിട്ട് അവിടെ ബില്ലിടുന്ന അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഞാനും കുഞ്ഞാനും വാപ്പ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിത് ഡ്രസ്സ് വേൾഡിൽ നിന്ന് വാങ്ങിയ സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതാണിത്.
അപ്പോൾ നമ്മളിതാ ഡ്രസ്സ് വണ്ടീൻ്റെ കാർ പാർക്കിങ്ങിലേക്ക് പോവാണ്, വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ അതാ അപ്പോൾ കറുത്ത ഷർട്ട് ഇട്ട് പറഞ്ഞപ്പോൾ കുഞ്ഞാനും കറുപ്പ് ടീഷർട്ട് തന്നെ ഇടും പറഞ്ഞിട്ടാണ്. അവനക്ക് അതിങ്ങനെയൊക്കെ ഒരാൾ മാച്ച് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ്. അപ്പോൾ രണ്ടാളും ജോളിയെ പോകണം. ഞാനും ഇവിടെ ബാഗും പിടിച്ചിട്ട് വരുന്നു, ഉമ്മ വീഡിയോ എടുത്തിട്ട് വരുന്നു ഫ്രണ്ട്സ്. എനിക്ക് പണി തന്നു, ഞാൻ ഇന്നാലും അങ്ങനെ പഠിച്ചിട്ട് വന്നു. എന്നിട്ട് അതേ വഴി കൂടെ തന്നെ നമ്മൾ തിരിച്ചു പോവാണ്. വണ്ടിയിൽ കയറിയിട്ട് വണ്ടിയൊക്കെ നല്ല ചൂട്, AC ഇട്ടിട്ട് നല്ല ചൂട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിതാ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ചെറിയ ഷോപ്പിങ്ങും കൂടെ പോയിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.